കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണിമാറ്റ ചർച്ചകൾ സജീവമാകുന്നു. ഇന്നലെ LDF കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ സമരത്തിൽ നിന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി വിട്ടുനിന്നിരുന്നു. ഇതിന് പിന്നാലെ LDF നടത്തുന്ന മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ജോസ് കെ മാണി മാറിയേക്കുമെന്ന വാർത്തകളും പുറത്തുവന്നു. ഇതോടെ കേരള കോൺഗ്രസ് എം LDF വിട്ടേക്കുമെന്ന അഭ്യൂഹം ശക്തമായത്. എന്നാൽ LDF വിടുന്നതിൽ കേരള കോൺഗ്രസ് എമ്മിനുള്ളിലും ആശയക്കുഴപ്പമുള്ളതായാണ് വിവരം. ജോസ് കെ മാണിക്ക് മുന്നണിമാറ്റത്തിനാണ് താൽപര്യം. എന്നാൽ കേരള കോൺഗ്രസ് എം മന്ത്രിയായ റോഷി അഗസ്റ്റിൻ മുന്നണിമാറ്റ വാർത്തകളെ തള്ളി രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ച് സംസാരിച്ചുവെന്നാണ് വിവരം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇടപെടുന്നുണ്ട്. UDF-നൊപ്പം നിൽക്കുന്നതാകും നല്ലതെന്ന് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. ജോസ് കെ മാണിയെ കൂടാതെ പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ചങ്ങനാശ്ശേരി MLA ജോബ് മൈക്കിൾ എന്നിവരും ഈ നിലപാടുള്ളവരാണ്. മുന്നണിമാറ്റം വേണ്ട എന്നാണ് റോഷി അഗസ്റ്റിൻ പറയുന്നത്. ഇന്നലത്തെ സമരത്തിന്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ച റോഷി തുടരും എന്ന ക്യാപ്ഷനാണ് കൊടുത്തത്. LDF മന്ത്രിമാർക്കും നേതാക്കൾക്കുമൊപ്പമുള്ള ചിത്രമാണ് റോഷി പങ്കുവച്ചത്. റാന്നി MLA പ്രമോദ് നാരായണനും കാഞ്ഞിരപ്പള്ളി MLAയും ചീഫ് വിപ്പുമായ N ജയരാജും മുന്നണിമാറ്റത്തിന് അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. പാർട്ടി മുന്നണിമാറ്റമെന്ന തീരുമാനമെടുക്കുകയും റോഷി അഗസ്റ്റിൻ LDF-നൊപ്പം തുടരുകയുമാണെങ്കിൽ കേരള കോൺഗ്രസ് എം വീണ്ടും പിളരുന്ന സാഹചര്യത്തിലേക്കെത്തും. ജനുവരി 16-ന് കോട്ടയത്ത് ചേരുന്ന സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി ഇതിൽ നിർണായകമാകും. കഴിഞ്ഞ 2 ഇടതുമുന്നണി യോഗങ്ങളിലും ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല. ഇന്നലത്തെ LDF സമരത്തിലും പങ്കെടുത്തില്ല. വെറും രാജയോഗമല്ല, ശുക്രദശ തുടങ്ങി. ഈ രാശിക്കാരാണോ? പിന്നാലെ LDF മേഖലാ ജാഥ നയിക്കാനുണ്ടാകില്ല എന്നും കൂടി അറിയിച്ചതോടെയാണ് മുന്നണിമാറ്റ വാർത്തകൾ ശക്തമായത്. സാധാരണ CPM-CPI നേതാക്കൾ നയിക്കുന്ന 2 ജാഥകളാണ് LDF തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി നടത്താറുള്ളത്.